Hello friends, എൻ്റെ പേര് അശ്വതി വിശാൽ and welcome back to my channel. ഇന്നത്തെ ഡേ ആൻഡ് ഏജിൽ നമുക്ക് വാട്സാപ്പിൽ എങ്ങനെ മെസ്സേജ് അയക്കണം, ഇൻസ്റ്റാഗ്രാം DM എങ്ങനെ മെസ്സേജ് അയക്കണം എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നല്ല ഒരു ബിസിനസ് ഇമെയിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇമെയിൽ അയക്കണം എന്നതാണ്. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു നല്ല ഇമേജ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ഇമെയിൽ എറ്റിക്കേറ്റ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഇമെയിൽ അയക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ് ഡീൽ അത് നമുക്ക് കിട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോബ് കിട്ടോ ഇല്ലയോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ല ഇമെയിൽ അയക്കുമ്പോഴാണ്. 5 കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹരപ്പ എഡ്യൂക്കേഷൻ ആണ്. ഹരപ്പ എഡ്യൂക്കേഷൻ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഹരപ്പ എന്ന ഓൺലൈൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കോഴ്സസ് തരുന്നുണ്ട്. ഹൗ ടു മേക്ക് ഗ്രേറ്റ് കരിയേഴ്സ്, വെദർ യു ആർ സ്റ്റാർട്ടിംഗ് ദ കരിയർ, ലീഡിംഗ് എ ടീം ഓർ ബിൽഡിംഗ് സംതിങ് ഓഫ് യുവർ ഓൺ. ആദ്യത്തെ മിസ്റ്റേക്ക് ആണ് ബാഡ് സബ്ജക്ട് ലൈൻ. സബ്ജക്ട് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അധികം കീ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലൈനാണ്. സോ ഫോർ എക്സാമ്പിൾ ഒരു ബാഡ് സബ്ജക്ട് ലൈൻ എങ്ങനെയായിരിക്കും എന്നത് ഇപ്പൊ കാണാം. ഇത്രയും വലിയ സബ്ജക്ട് ലൈൻ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് സബ്ജക്ട് ലൈൻ എന്ന് പറയുമ്പോൾ ക്വിക്ക് ഗ്ലാൻസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് എന്താണ് ആ ഇമെയിലുള്ളത് എന്ന് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ടമാനം ഇമെയിൽസ് നമുക്ക് വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊരു ആപ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ലൈൻ ഇടുമ്പോഴാണ് അത് അട്രാക്റ്റീവ് ആവുന്നതും അത് ക്ലിക്കബിൾ ആവുന്നതും. എങ്ങനെ ഒരു നല്ല ഈ സബ്ജക്ട് ലൈൻ എഴുതാം, അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ഇങ്ങനെയാണ് ഒരു നല്ല സബ്ജക്ട് ലൈൻ എഴുതുന്നത്. സബ്ജക്ട് ലൈനിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കീ ഇൻഫർമേഷൻ ആദ്യത്തെ ആ ഒരു സെന്റൻസ്, ആദ്യത്തെ ആ ഒരു വേർഡ് ലൈനിൽ തന്നെ വരണം. നമ്മൾ ഇമെയിൽ അയക്കുന്ന ഈ റെസിപ്പിയന് ചിലപ്പോൾ കുറെ അധികം ഇമെയിൽസ് വരുന്നുണ്ടാവും. അവർക്ക് നമ്മൾ അയക്കുന്ന സബ്ജക്ട് ലൈൻ ബെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആ ഇമെയിൽ തുറന്നു നോക്കില്ല. സോ ആ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ബെസ്റ്റ് സബ്ജക്ട് ലൈൻ ചൂസ് ചെയ്തിട്ട് അത് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റാവുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് സബ്ജക്ട് ലൈൻ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് മിസ്റ്റേക്ക് ആണ് സാലുട്ടേഷൻ. സാലുട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇനി നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളോടാണ് അല്ലെങ്കിൽ ക്ലയന്റിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹലോ ഡിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും അധികം അവോയ്ഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹായ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യാതിരിക്കുക. ഈ ഹായ് എന്ന് പറയുന്ന വേർഡ്, HI എന്ന് പറയുന്ന ഈ വേർഡ് കുറെ അധികം ഇൻഫോർമൽ നമ്മൾ ടോക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാറ്റ്സ് ചെയ്യുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു ക്ലയന്റിനോടൊക്കെയാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹലോ അല്ലെങ്കിൽ ഡിയർ എന്ന് നമുക്ക് സാലുട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്റേണലി ഓർഗനൈസേഷനിലുള്ള ഒരു വ്യക്തിനാണ് നിങ്ങൾ ഇമെയിൽ അയക്കുന്നുണ്ടെങ്കിൽ സോ മേ ബി അറ്റ് സം ടൈംസ് നിങ്ങൾക്ക് ഹായ് യൂസ് ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് റെസ്പെക്റ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സാലുട്ടേഷൻ വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാലുട്ടേഷൻ ആണ്. സോ നിങ്ങൾ ഇപ്പോ ഒരു ജോബ് ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൊക്കെ ഫ്രഷർ ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ റെസ്പെക്റ്റഡ് എന്ന വേർഡ് ഔട്ട്ഡേറ്റഡ് ആണ്. സോ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹലോ അല്ലെങ്കിൽ ഡിയർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്കൂൾ കോളേജിൽ പോകുമ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് ടെക്നിക്കൽ സ്കിൽസ്, ഫൗണ്ടേഷണൽ സ്കിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ സോഫ്റ്റ് സ്കിൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകണമെന്ന്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആയാലും റൈറ്റിംഗ് സ്കിൽസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഹരപ്പ എഡ്യൂക്കേഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും റൈറ്റിംഗ് പ്രൊഫീഷ്യന്റ്ലി എന്ന് പറയുന്ന കോഴ്സ്. ഈ കോഴ്സ് ഗ്രോത്ത് മൈൻഡഡ് പ്രൊഫഷണൽസ്, ടീം ലീഡേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആൻഡ് ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പഠിപ്പിക്കുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ യുവർ റൈറ്റിംഗ്, ദി ഹരപ്പ GRT ഫ്രെയിംവർക്ക്, ഫ്രം തിയറി ടു പ്രാക്ടീസ്, റൈറ്റേഴ്സ് ചെക്ക് ലിസ്റ്റ് ആൻഡ് ഹരപ്പ ക്യാപ്സ്യൂൾ എന്നിവയാണ്. ഈ ഒരു കോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആൻഡ് വേൾഡ് റിനൗണ്ട് ഫാക്കൽറ്റീസ് ആണ്. ലൈക്ക് എക്സാമ്പിൾ അങ്കുർ വാരിക്കു, ഇവര് ഒരു എന്റർപ്രന്യോർ ഫൗണ്ടർ ആണ്. nearby.com പബ്ലിക് സ്പീക്കർ കൂടിയാണ്. മനീഷ നटराजन കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് ആൻഡ് ഫോമർ ജേർണലിസ്റ്റ് ആൻഡ് ആങ്കർ ആണ് NDTVക്ക്. രവിശങ്കർ അയ്യർ ഫൗണ്ടർ ആൻഡ് സ്റ്റോറി കോച്ച് ഓഫ് സ്റ്റോറി റൂൾസ്. Nupur Arya, corporate strategist and brand advisor, also Harvard Business School alumna. Saurav Mittal, executive and life coach, also co-founder of Kion. ഈ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 rupees ആണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൂപ്പൺ കോഡ് ashwati15 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. അതിന്റെ റേറ്റ് ആണ് 749 rupees ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് ഇംപെർഫെക്റ്റ് ഗ്രാമർ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.
ഏറ്റവും അധികം ഇമേജ് നമ്മുടെ താഴെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി റെസിപ്പിയന്റ് നിങ്ങളെ പറ്റിയിട്ട് ഇമേജ് വെക്കുന്നത് വെരി കാഷ്വൽ പേഴ്സണാലിറ്റി എന്നായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ സ്പെൽ ചെക്ക് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സ്പെൽ ചെക്കിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇമെയിലിൽ തന്നെ കുറെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് ഗൂഗിൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമെയിലിൽ ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് റെഡ് ലൈൻ ഇങ്ങനത്തെ നമുക്ക് ലൈൻസ് വരും. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് വരും. ഇനി ഗ്രാമർ മിസ്റ്റേക്ക് ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഇമെയിൽ സെൻഡ് ചെയ്യുന്നേക്കാളും മുമ്പായിട്ട് 1 മിനിറ്റ് അതിനെ റീചെക്ക് ചെയ്യാൻ എടുക്കുക. കാരണം ഈ ഹരിബരിയിൽ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവുന്നത്. 4ാമത്തെ മിസ്റ്റേക്ക് ആണ് ലോങ് ഫോർമാറ്റ് ഇമെയിൽസ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും കുറവ് സമയം ഒരു എംപ്ലോയി അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെ എടുക്കുന്നത് അത് ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വലിയ ഇമെയിൽ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന കലീഗിന് നമ്മൾ അയക്കുകയാണെങ്കിൽ ആ ഒരു വലിയ ഇമെയിൽ വായിക്കാൻ തന്നെ ആൾക്കാർ ഇൻട്രസ്റ്റ് എടുക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സെന്റൻസസും നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് മീനിങ് ഫുൾ ആയിരിക്കണം, വാല്യൂ അഡീഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കീ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉള്ള സെന്റൻസസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഇമെയിൽസ് ആണ് ഹൈലി അപ്രീഷിയേറ്റഡ്. ഇനി നിങ്ങൾ ജോബ് ആപ്ലിക്കന്റ് ആണെങ്കിൽ പോലും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സെന്റൻസസ് യൂസ് ചെയ്യാതെ തന്നെ 4-5 സെന്റൻസസിൽ തന്നെ നമുക്ക് ഷോർട്ട് കൺസൈസ് ഇമെയിൽ അയക്കുന്നതായിരിക്കും ഏറ്റവും അധികം ബെസ്റ്റ് തിങ് വിച്ച് യു ക്യാൻ ഡു. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ 2 കാര്യങ്ങൾ ഏറ്റവും അധികം അവെയർ ആയിരിക്കണം. ഫസ്റ്റ്, സെന്റൻസസ് റിപ്പീറ്റ് ആവാൻ പാടില്ല. സെക്കൻഡ് ഓഫ് ഓൾ, നമ്മുടെ സബ്ജക്ട് മാറ്റർ റിലേറ്റഡ് ആയിരിക്കണം നമ്മുടെ ഇമെയിൽ ബോഡി. സോ അതുകൊണ്ട് തന്നെ ലോങ് ഫോർമാറ്റ്സ് അയക്കാതെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് കൺസൈസ് ഇമെയിൽസ് അയക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, PFA പ്ലീസ് ഫൈൻഡ് ദി അറ്റാച്ച്ഡ് ഡോക്യുമെന്റ്, അല്ലെങ്കിൽ EOD എൻഡ് ഓഫ് ദ ഡേ, COB ക്ലോസ് ഓഫ് ബിസിനസ്. ഈ അബ്രിവേഷൻസ് എല്ലാം കമ്പനീസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു പുതിയ ക്ലയന്റിനോടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്ലയന്റിന് ക്ലാരിറ്റി കിട്ടില്ല. സോ PFA നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ പ്ലീസ് ഫൈൻഡ് ദി അറ്റാച്ച്ഡ് ഡോക്യുമെന്റ് എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. EODനേക്കാളും നല്ലത്. കാരണം എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ക്ലോസിംഗ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് എത്ര സമയത്താണ് ക്ലോസ് ആവുന്നത് എന്നത് ക്ലയന്റിന് അറിയണം എന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മറ്റൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അറിയാം എന്ന് ഇല്ല. EOD എഴുതുന്നേക്കാളും അധികം ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിഫോർ തേഴ്സ്ഡേ at 5 PM എന്ന് എഴുതാം. സോ ആൻഡ് സോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ റീഫ്രെയിൻ ഫ്രം യൂസിങ് EOD, COB, PFA എന്ന കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. നമ്മൾ ഇന്റേർണലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ അബ്രിവേഷൻസ് യൂസ് ചെയ്യാം. പക്ഷെ ഒരു പുതിയ ക്ലയന്റിനോടാണ് സംസാരിക്കുന്നത്, വേറൊരു ഓർഗനൈസേഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ റീഫ്രെയിൻ ഫ്രം യൂസിങ് അബ്രിവേഷൻസ്. ഇതാണ് 5 ഇമെയിൽ മിസ്റ്റേക്സ് കോമൺലി മെയ്ഡ് ബൈ പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഈ മിസ്റ്റേക്സ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ഈ ഒരു ഇമെയിൽ എറ്റിക്കറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ ഇമെയിൽ ഈസ് വൺ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിലായിട്ട് ഇമെയിൽ കമ്പോസ് ചെയ്യുക. ഈ ഇമെയിൽ മിസ്റ്റേക്സ് നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ദിസ് വീഡിയോ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഹെൽപ്ഫുൾ ടു മോർ പീപ്പിൾ. ഇനി നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹരപ്പ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം റൈറ്റിംഗ് പ്രൊഫിഷ്യന്റ്ലി എന്ന പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ.